SIR-ൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് ഇടതുപക്ഷം. ചീഫ് ഇലക്ഷൻ ഓഫീസിലേക്ക് തിങ്കളാഴ്ച മാർച്ച് നടത്തും. ജില്ലകളിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസുകളിലേക്കും ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചുണ്ട്. അർഹരായവർക്ക് വോട്ടില്ലാത്ത അവസ്ഥ അംഗീകരിക്കാനാവില്ലെന്നും വ്യാജ വോട്ടർമാരെ തിരികെ കയറ്റുന്നുവെന്നും ആരോപിച്ചാണ് പ്രതിഷേധം. നിലവിൽ പട്ടികയിൽ നിന്ന് 24 ലക്ഷം വോട്ടർമാരെ നീക്കം ചെയ്തിരുന്നു. 19 ലക്ഷത്തിലധികം ആളുകളോട് രേഖകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. റാഹീസ്, കടുത്ത പ്രതിഷേധത്തിലാണോ ഇടതുപക്ഷം? അരുൺകുമാർ, CPIM കഴിഞ്ഞ ദിവസം കടുത്ത പ്രതിഷേധം നടത്താനുള്ള തീരുമാനമെടുക്കുകയും അത് LDF എന്ന നിലയിൽ നടത്താൻ തീരുമാനിക്കുകയുമായിരുന്നു. തിങ്കളാഴ്ച സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിലേക്ക് LDFന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തും. അതേ സമയത്ത് തന്നെ മറ്റു 13 ജില്ലകളിലും ജില്ലാ ആസ്ഥാനത്തേക്കും മാർച്ച് നടത്തും. CPIM ഈ വിഷയത്തെ, LDF ഈ വിഷയത്തെ വളരെ സീരിയസ് ആയി കാണുന്നു. കാരണം അവർ പറയുന്നത് 24 ലക്ഷം വോട്ടർമാരെ SIR-ന്റെ കുരുക്കിൽപ്പെടുത്തി ആദ്യം തന്നെ പട്ടികയിൽ നിന്ന് മാറ്റി. അതിനുശേഷം 19,32,000 പേർക്ക് നിങ്ങളുടെ വോട്ട് നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഇന്ന രേഖകൾ ഹാജരാക്കണം എന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അതായത് 39,32,000 ഏതാണ്ട് 40 ലക്ഷത്തോളം ആളുകൾ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. അത് വളരെ സീരിയസ് ആയ വിഷയമായി ഏറ്റെടുക്കാൻ CPIM തീരുമാനിക്കുകയും LDF എന്ന നിലയിൽ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഏറ്റെടുക്കുകയുമാണ്. പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുന്നു എന്നതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. അരുൺകുമാർ, ശരി, താങ്ക് യു. റാഹീസ് റഷീദാണ്. 19 ലക്ഷം അധികം ആളുകളോട് നിങ്ങൾക്ക് വോട്ട് വേണോ, രേഖകൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും വലിയ രാഷ്ട്രീയ വിവാദമായിട്ട് മാറും. 1ഉം 2ഉം അല്ല, 19 ലക്ഷമാണ്. ചെറിയ കാര്യമാണോ? 24 ലക്ഷത്തോളം ആളുകളെയാണ് പട്ടികയിൽ നിന്നില്ലാതിരിക്കുന്നത്. 19,32,000 വോട്ടർമാരോടാണ് രേഖകൾ നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ.